بسم الله الرحمن الرحيم إن الدين عند الله الإسلام. ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ചെറുതും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ സന്ദർഭങ്ങളിലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഇസ്ലാമിനെതിരെ തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈയിടെ മരിച്ചുപോയ ഒരു സിനിമാ നടന്റെ ഒരു ഡയലോഗ്, ഒരു വർത്തമാനം, അതായത് ഒരു ക്രിസ്ത്യാനിയുടെയും ഒരു മുസ്ലിമിൻ്റെയും സാമ്പത്തിക സഹായം കൊണ്ട് ഹിന്ദുവായ ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചു, എന്ത് മതം, ഏത് മതം. മറ്റൊരാളുടെ പ്രസ്താവന തൊട്ടു മുമ്പത്തെ ദിവസം നമ്മൾ കേട്ടു, ഭക്ഷണങ്ങൾക്ക് രോഗങ്ങൾക്കൊന്നും മതമില്ല. അപ്പൊ മതം എന്തോ ഒരു ഭയാനകമായ ഭീകരമായ ആളുകളെ അധോഗതിയിലേക്ക് തള്ളിയിടുന്ന ഒരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കുന്ന വാക്കുകൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ. അതിങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മതത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളുകളാണ് ഇവർ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു ഹിന്ദുവെന്നോ ഒരു മുസ്ലിമെന്നോ ഒരു ക്രിസ്ത്യാനിയെന്നോ മതങ്ങൾക്കപ്പുറം തന്നെ, മതങ്ങൾ എന്ന രീതിയിൽ പരിഗണിക്കപ്പെടാതെ മനുഷ്യൻ എന്ന രീതിയിൽ പരിഗണിക്കപ്പെട്ടാൽ പോലും ഒരു മുസ്ലിമിന് ഉറച്ച മുസ്ലിമായി ജീവിച്ചു കൊണ്ടിരിക്കെ, ഞാൻ മുസ്ലിമായി തന്നെ മരിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കെ തന്നെ ഒരു ഇതര മതസ്ഥന്റെയോ വിവാഹത്തിനോ അവരുടെ പട്ടിണിക്കോ അവരുടെ പാർപ്പിടത്തിന് വേണ്ടിയോ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ എന്ത് സഹായവും ധനവും സഹായം ചെയ്യാം എന്നതാണ് മതത്തിന്റെ താല്പര്യം, ഇസ്ലാമിന്റെ താല്പര്യം. മറിച്ച് പട്ടിണി കിടക്കുന്ന ഇതര മതവിശ്വാസി, രോഗിയായ ഇതര മതവിശ്വാസി, വീടില്ലാത്ത ഇതര മതവിശ്വാസി, വിവാഹം കഴിക്കാൻ കഴിയാതെ പോകുന്ന ഇതര മതവിശ്വാസി, അവരെ മതത്തിന്റെ പേരിൽ ശ്രദ്ധിക്കാതെയാണ് മുസ്ലിമായ ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ ആ മതത്തിൽപ്പെട്ടവരല്ലാത്തത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പാഠം. ഇസ്ലാം പഠിപ്പിക്കുന്നത്, പറയുന്നത് എല്ലാ ജനങ്ങളെയും ആദമിന്റെ മക്കൾ എന്ന രീതിയിൽ പഠിപ്പിക്കപ്പെട്ട എല്ലാ ജനങ്ങളും സഹോദരി സഹോദരന്മാരാണ്. അവരുടെ ഭൗതികമായ പ്രയാസങ്ങളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അവർക്കൊപ്പം ചേർന്ന് നിൽക്കണം, അതിന് പരിഹാരമായി മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അന്തസത്ത. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ കൊണ്ട് ആളുകൾ മതത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മതവും രോഗിയെ ചികിത്സിക്കാൻ പാടില്ലെന്നോ ഒരു മതവും പറയുന്നില്ല, പ്രയാസപ്പെടുന്നവരെ സഹായിക്കരുതെന്ന് ഒരു മതവും പറയുന്നില്ല. എന്നിട്ടും മതങ്ങളുടെ പേരിൽ കുതിര കയറുന്ന സമീപനം ഈ പുതിയ കാലത്ത് വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. ഒന്നറിയണം, എങ്ങനെ എന്ത് പ്രയാസം ഈ ലോകത്തുണ്ടായാലും, ഈ ലോകത്ത് ഏത് രീതിയിൽ ആളുകൾ പ്രയാസം അനുഭവിച്ചാലും അതിനുള്ള പരിപൂർണമായ ഒരു പരിഹാരം ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മർദ്ദിതന്റെ അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അനവധിയാണ് ഇവിടെ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പീഡനത്തിന് ഒരു പരിഹാരം എന്ന രീതിയിലുള്ള ഒരു സംവിധാനം പൂർണ്ണമായി ഇവിടെ ഇല്ല. പരിഹരിക്കപ്പെടുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു നീങ്ങുന്നുണ്ട് എന്നല്ലാതെ പരിപൂർണമായും പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിപരമായും അല്ലെങ്കിൽ ഒരു സമൂഹ ജീവി എന്ന നിലയ്ക്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളെ പരിപൂർണമായി അവന്റെ പ്രയാസം നീക്കി കൊടുക്കാനുള്ള സംവിധാനം ഇടില്ല. പരിഹാരം അല്ലെങ്കിൽ പ്രയാസം എന്ന് പറയുന്നത് ചിലപ്പോൾ മാരകമായ രോഗങ്ങളാവാം, അപകടത്തിൽപ്പെട്ട് ശാരീരികമായി തളർന്നു പോകുന്ന സാഹചര്യമാവാം. അതിന് ചികിത്സകൾ ഉണ്ടെങ്കിൽ പോലും പരിപൂർണമായി ഭേദമായി തിരിച്ചു വരാനുള്ള കഴിവ് അയാൾക്ക് ഈ ലോകത്തില്ല. ഒരുപാട് ആളുകൾ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും അവരുടെ അവകാശങ്ങൾ അധികാരികൾ, മേലധികാരികൾ ധ്വംസിച്ചുകൊണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ
അവരെ പ്രയാസത്തിനുമേൽ പ്രയാസം നൽകിക്കൊണ്ട് അധികാരികളും പണക്കാരും സൗകര്യമുള്ളവരും പ്രമാണിമാരും സുഖകരമായി ജീവിച്ചു പോകുന്ന സാഹചര്യം ഇവിടെയുണ്ട്. നീതി നടപ്പാക്കേണ്ടവരും നീതിയുടെ വക്താക്കളും നീതിയോടൊപ്പം 100% ചേർന്ന് നിൽക്കുന്നവരല്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ മർദ്ദിക്കപ്പെടുന്ന ആൾ, പീഡിപ്പിക്കപ്പെടുന്ന ആൾ, പ്രയാസപ്പെടുന്ന ആൾ, ദുഃഖം അനുഭവിക്കുന്ന ആൾ, അയാളുടെ മനസ്സിൽ ഒരു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലുകൾ, നീരുകൾ ഒഴുകി വരുന്നുണ്ട്. അയാളുടെ മനസ്സിൽ ചില മോശപ്പെട്ട വാക്കുകൾ ഉയർന്നു വരുന്നുണ്ട്. അയാൾ നോവുന്നുണ്ട്, അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെയും ആ നോവിന്റെയും ആ ശാപവാക്കുകളുടെയും ആ കണ്ണീർ കണങ്ങളുടെയും താല്പര്യം നീതിയുള്ള ഒരു ലോകം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. നീതിയുള്ള ഒരു ലോകം ഇവിടെ വേണമെന്നുള്ളതാണ്. പക്ഷേ സാധ്യമാകുന്നില്ലല്ലോ. പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നറിയണം, ഇസ്ലാം ഈ വക ചിന്തകളെയൊക്കെ തന്നെയും ഇസ്ലാം നിരാകരിക്കുകയും നീതിയുടെ ഒരു ലോകം ഇവിടെയും കെട്ടിപ്പുടരണമെന്നും മാത്രമല്ല അങ്ങനെ ഒരു ലോകം ഉണ്ട് എന്നും വ്യക്തമായ ബോധ്യത്തോടെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരായ ആളുകളുടെ ജീവിത രീതി. റുസ്തം എന്ന പേർഷ്യൻ സൈന്യാധിപന്റെ മുന്നിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായി റബീഅ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുകയാണ്. റുസ്തം ധിക്കാരിയായിരുന്നു, അഹങ്കാരിയായിരുന്നു. റുസ്തം അദ്ദേഹത്തെ ആദ്യം സ്വീകരിച്ചില്ല, പരിഗണിച്ചില്ല. അദ്ദേഹം റുസ്തമിന്റെ അടുത്ത് പോയിട്ട് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുത്തു. ആദ്യം താല്പര്യം കാണിക്കാതിരുന്ന റുസ്തം പിന്നീട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മതം, എന്താണ് നിങ്ങൾ ഞങ്ങളിൽ വിരുദ്ധമായി പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്ന ഒരു മറുപടിയുണ്ട്. അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്, ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പനകൾ, അത് അള്ളാഹുവിന്റെ കൽപ്പനകളാണെന്ന് വിശ്വസിച്ച് നിങ്ങൾക്കിടയിലേക്ക് നീതിയുടെ സന്ദേശം, സത്യത്തിന്റെ സന്ദേശം എത്തിക്കാൻ വന്നവരാണ്. അള്ളാഹു ഞങ്ങളോട് ദൂതനിലൂടെ കൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്മാരെ ആരാധിക്കുന്ന ദുർബല വിഭാഗത്തെ ആരാധിക്കുന്ന, ഒരുപാട് പരിമിതികളും ഒരുപാട് പോരായ്മകളും ഉള്ളതിനെ ആരാധിക്കുന്ന, വസ്തുക്കളെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് ലോകരക്ഷിതാവായ, ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സന്ദേശം. വീണ്ടും അദ്ദേഹം പറയുകയാണ്, വമൻ ജൂരിൽ അദിയാൻ ഇലാ അദിലിൽ ഇസ്ലാം. മതങ്ങളുടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് ചിന്താഗതികൾ ഇവിടെയുണ്ട്. ആ ചിന്താഗതികൾ മനുഷ്യ സഹജമായി പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിനെ കാണാതെ ദുർബലപ്പെട്ടു പോവുകയാണ് ആ മതങ്ങൾ, ആ ചിന്താഗതികൾ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും, ദുർബലമായ ഈ ചിന്താഗതിയിൽ നിന്നും, പോരായ്മകളുള്ള ഈ ചിന്താഗതികളിൽ നിന്നും ഇസ്ലാം എന്ന അത്യുന്നതമായ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പടച്ചവൻ ദീനായി നൽകിയ ഇസ്ലാമിന്റെ പരിപൂർണാവസ്ഥയിലേക്ക് ആളുകളെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ഹ്രസ്വമായ, പരിമിതമായ, ചുരുങ്ങിയ ജീവിത സൗകര്യത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും വിശാലതയിലേക്ക്, ഈ ലോകത്തെ തള്ളിക്കളഞ്ഞില്ല, ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും വിശാലതയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാനാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മനുഷ്യന്മാരുടെ ദൗർബല്യങ്ങൾ എമ്പാടും അതേ രീതിയിൽ പുലർത്തിപ്പോരുന്ന ആദർശ വൈരുദ്ധ്യങ്ങളുടെ കോട്ടകളിൽ നിന്ന്, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇസ്ലാമിന്റെ തനതായ രീതിയിലേക്ക്, സത്യത്തിന്റെ ദീനിലേക്ക് ആളുകളെ കൊണ്ടുവരണം. 3, ഈ ലോകത്തിന്റെ പരിമിതിയിൽ നിന്ന് വിശാലമായ ഈ ലോകത്തിന്റെയും
പരലോകത്തിന്റെയും അന്തരീക്ഷത്തിലേക്ക് ആളുകളെ കൊണ്ടുവരണം. റുസ്തമിനോട് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധി. വളരെ വ്യക്തമാണ് ഇസ്ലാം, വളരെ വ്യക്തമാണ് ഇക്കാര്യം. നോക്കൂ, മനുഷ്യന്മാർ ജീവിച്ചു പോകുന്ന സാഹചര്യത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തെന്ത് നിലപാടുകളുമായി ആളുകൾ പറഞ്ഞു പോയാലും, നേരത്തെ സൂചിപ്പിച്ച വ്യക്തികളുടെ വർത്തമാനമായിരുന്നാൽ പോലും അവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും അവർ വിശ്വസിക്കുന്ന മതം ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതായിട്ട് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ വ്യക്തിയുടെ മരണാനന്തരം നടന്ന ചടങ്ങുകൾ പോലും മതപരമായിരുന്നു. മതത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാതെ പോകുന്നു അവർക്ക്. അപ്പൊ മതം എന്നുള്ളത് ജീവിതവുമായി ഇഴകിച്ചേർന്നതാണ്. എന്നാൽ ജീവിതത്തെ എങ്ങനെ മതം കൊണ്ട് സംസ്കരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളിടത്താണ് നാം ചിന്തയെ കൊണ്ടുപോവേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മക്കയിൽ ജീവിക്കുന്ന സഹാബികൾ പ്രയാസം അനുഭവിച്ചപ്പോൾ എത്യോപ്യയിലേക്ക് ഹിജറ പോവാൻ കൽപ്പിക്കുകയും അവിടെ വെച്ച് നജ്ജാശി രാജാവിനോട് പ്രവാചകന്റെ പിതൃപുത്രൻ ജാഫർ ബിൻ അബീ താലിബ് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇസ്ലാം എന്താണെന്ന ചോദ്യത്തിന് നജ്ജാശി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ കൊണ്ടുവന്ന പുതിയ മതം? മുഹമ്മദിനെ കുറിച്ച് ആവലാദികൾ പറയുന്നു, എന്താണ് നിങ്ങളുടെ പുതിയ മതം എന്ന് ചോദിച്ചപ്പോൾ ജാഫർ പറയുകയാണ്, ഓ രാജാവേ, ഞങ്ങൾ അജ്ഞാന കാലത്തുള്ള ഒരു ജനതയാണ്, അറിവില്ലാത്ത, എഴുതാനും വലിയ പഠനമൊന്നുമില്ലാത്ത അങ്ങനെയുള്ള ഒരു ജനതയാണ് ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചു, ബഹുദൈവ വിശ്വാസികളായിരുന്നു, ചത്ത ജീവികളുടെ മാംസം ഭുജിച്ചു, അശ്ലീല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, മദ്യപിച്ചു, അടിപിടി കൂടി, യുദ്ധങ്ങൾ നിരന്തരം വർഷങ്ങളോളം ആവർത്തിക്കുന്ന യുദ്ധങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടു, ബന്ധങ്ങളൊക്കെയും ഞങ്ങൾ വിച്ഛേദിച്ചു, ബന്ധങ്ങൾക്കൊരു പവിത്രതയും ഞങ്ങൾ കൽപ്പിച്ചില്ല, തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾ ദേഷ്യത്തോടെ ദുഷ്ടതയോടെ പെരുമാറി, അവരെ ഞങ്ങൾ കണ്ടറിഞ്ഞില്ല, അവരോട് ഞങ്ങൾക്ക് അസൂയയായിരുന്നു, ഞങ്ങളിൽ ശക്തനായവൻ ദുർബലനെ അടിച്ചൊതുക്കി. അങ്ങനെ ഇരിക്കുകയാണ് അല്ലാഹുവിന്റെ ദൂതനായി ഒരു മനുഷ്യൻ ഞങ്ങൾക്കിടയിൽ തന്നെ ജീവിച്ച, ഞങ്ങൾ കണ്ടുവളർന്ന, ഞങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ കണ്ടുവളർന്നവരാണ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ സത്യസന്ധത കണ്ടുവളർന്നവരാണ്, അദ്ദേഹം ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങളുടെ അനുഭവമാണ്, കേട്ടറിവല്ല, അനുഭവമാണ്. അങ്ങനെയുള്ള വിശുദ്ധരിൽ വിശുദ്ധനായ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു മനുഷ്യൻ ഞാനിതാ അല്ലാഹുവിന്റെ ദൂതനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളത് അംഗീകരിക്കുക മാത്രമല്ല, ആ ദൂതൻ പറഞ്ഞ സന്ദേശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള മോശപ്പെട്ട ജീവിതത്തിൽ നിന്ന് സംസ്കരിച്ച് ഞങ്ങളെ പുതിയ തലത്തിലേക്ക് കൊണ്ടുവരും വിധത്തിലുള്ളായിരുന്നു. അദ്ദേഹം ഞങ്ങളെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാക്കി, അവനെ കൂടാതെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും തലമുറകളായി ആരാധിച്ചു വരുന്ന വിശ്വാസങ്ങളിലെ ദൗർബല്യം, പോരായ്മ ഞങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു തന്നു. ഞങ്ങളോട് പറഞ്ഞ് കളവ് പറയരുത്, ഒരു ഘട്ടത്തിൽ പോലും സത്യമേ പറയാവൂ, അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ എന്തായിരുന്നാൽ പോലും അത് നിറവേറ്റണം, ബന്ധങ്ങൾ അത് പവിത്രമാണ്, ഒരിക്കൽ പോലും നാം കാരണമായി ഒരു ബന്ധവും മുറിച്ചു മാറ്റി കളയരുത്, അയൽക്കാരോട് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മാന്യമായ രീതിയിൽ അയൽക്കാരോട് പെരുമാറണം, മോശപ്പെട്ട മദ്യം പോലുള്ള, വ്യഭിചാരം പോലുള്ള, കമ്മാടിത്തം പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയും മാറി നിൽക്കണം, അശ്ലീല പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, കളവ് പറയരുത്, അനാഥരുടെ സ്വത്ത് അത് തിന്നരുത്, ശുദ്ധരായ സ്ത്രീകളെ കുറിച്ച് അപവാദ പ്രചരണം പ്രചരിപ്പിക്കരുത് എന്നിത്യാദി ഏറ്റവും നല്ല, മനുഷ്യരെ ഏറ്റവും നല്ല സംസ്കാര സമ്പന്നനാക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളാണ് ഞങ്ങളോട് പ്രവാചകൻ കൽപ്പിച്ചത്. അത് ലോകത്ത് നമ്മൾ തന്നെ നിയന്ത്രിക്കുന്ന വസ്തുക്കൾക്ക് മേൽ നമ്മൾ നടത്തുന്ന ആരാധനകൾക്കപ്പുറം നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനോടായിരിക്കണം ആരാധനയും പ്രാർത്ഥനയും ഉണ്ടാവേണ്ടത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയ പ്രവാചകനാണ്. ഇതാണ് ഇസ്ലാം. മനുഷ്യനെ, ഓരോ വ്യക്തിയെയും
ഏറ്റവും സ്വഭാവത്തിന്റെ ഏറ്റവും അത്യുന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരുന്ന സവിശേഷതകളാണ് ഇസ്ലാമിന്റെ പേരിൽ മുഹമ്മദ് നബി ഞങ്ങൾക്കിടയിൽ ജീവിച്ച സത്യസന്ധനായ മുഹമ്മദ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സന്ദേശം ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് മുഹമ്മദ് ചെയ്ത അപരാധം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ അല്ലെങ്കിൽ അവിടെ കൂടിയ കേൾക്കുന്ന ആളുകളോടായി പറയുകയാണ്, ഖൂലു അല്ലാഹു അഅ്ലാ വ അജൽ, നിങ്ങൾ പറയുക അല്ലാഹു അത്യുന്നതനും മഹാനുമാകുന്നു. അപ്പൊ അബൂ സുഫിയാൻ ചോദിക്കുക, അല്ലാലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, ഞങ്ങൾക്ക് രക്ഷാധികാരിയായിട്ട് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. ഉസ്സ, ലാത്ത, മനാത്ത പോലുള്ള വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന സമൂഹം അവരുടെ രക്ഷാധികാരിയാണ് അവർ വിശ്വസിച്ചു. നിങ്ങൾക്കൊരു രക്ഷാധികാരിയായി ഇല്ല ആരും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട് എന്ന് അബൂ സുഫിയാൻ, അന്ന് മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അജീബൂ, പറഞ്ഞു കൊടുക്കുക അദ്ദേഹത്തോട്. ഖാലു, സഹാബികൾ ചോദിച്ചു, എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഖൂലു അല്ലാഹു മൗലാനാ വലാ മൗലാ ലക്കും, അല്ലാഹു മൗലാനാ, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷാധികാരി, വലാ മൗലാ ലക്കും, നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയുമില്ല. അല്ലാഹുവാണ് രക്ഷാധികാരി, നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ, നമ്മളെ ജീവിപ്പിക്കാൻ, നമ്മളെ മരിപ്പിക്കാൻ, മരണാനന്തരം നമുക്കൊരു ജീവിതം നൽകാൻ, മരണാനന്തരം ഒരു ലോകം സംവിധാനിക്കാൻ, ഇവിടുത്തെ പ്രശ്നങ്ങൾക്കും ഇവിടുത്തെ മറ്റ് അഭിമുഖീകരിച്ച പ്രയാസങ്ങൾക്കുമൊക്കെ പരിഹാരം നൽകാൻ, ഇവിടെ ദുഷ്ടന്മാർക്ക്, ഇവിടെ ജീവിച്ച ദുഷ്ടന്മാർക്ക് ഇവിടെ ശിക്ഷ ലഭിച്ചില്ല, അവിടെ ശിക്ഷ കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നിർവഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി അത് അല്ലാഹുവാണ്. ആ അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അങ്ങനെ ഒരു രക്ഷാധികാരി നിങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഉസ്സ അതുപോലെ രക്ഷാധികാരിയായില്ല. മുമ്പെങ്ങോ ജീവിച്ച ഒരു നല്ല മനുഷ്യൻ, മുമ്പെങ്ങോ മരിച്ചുപോയ ഒരു മനുഷ്യൻ, ഇന്ന് ലോകത്തില്ലാത്ത ഒരു മനുഷ്യൻ, അതാണ് ഉസ്സ. അള്ളാഹു അങ്ങനെയല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അസ്സമീർ, എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു. ദുനിയാവിൽ മറ്റൊന്നിനും ആ കഴിവില്ല, മറ്റൊന്നിനും ആ കഴിവില്ല. എല്ലാ ഭാഷയിലും, മലയാളത്തിൽ ഞാനിതാ പറയുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാഷകളിലൊക്കെയും ഇന്ന് ജുമാ ഖുതുബകൾ നിർവഹിക്കുകയാണ്. ജുമാത്തോടനുബന്ധിച്ച് പ്രാർത്ഥനകളുണ്ട്, അതൊക്കെയും കേൾക്കും. ഏത് ഭാഷയായിക്കൊള്ളട്ടെ, ആര് പറയുന്നതായിക്കൊള്ളട്ടെ, അതൊക്കെ കേൾക്കുന്ന ഒരേ ഒരു ശക്തി, അവനാണ് രക്ഷാധികാരി. അസ്സമീർ, അല്ലാഹുവാണ് എല്ലാം കേൾക്കുന്നവൻ. അൽ അലീം, എല്ലാം അറിയുന്നവനും അവനാണ്, എല്ലാം അറിയുന്നവനും അവനാണ്. അൽ ഖദീർ, എല്ലാം കേട്ടത് കൊണ്ടും അറിഞ്ഞത് കൊണ്ടും മാത്രം കാര്യമില്ലല്ലോ, അതിന്റെ പരിഹാരവും ചെയ്തു കൊടുക്കണ്ടേ. അതുകൊണ്ട് തന്നെ അൽ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനും അല്ലാഹുവാണ്, എല്ലാറ്റിനും കഴിവുള്ളവനും അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ ആരാധിക്കുന്നതിലൂടെ, ആ അല്ലാഹു നൽകിയ സന്ദേശം ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ സംസ്കാര സമ്പന്നനാവുന്നത്, അവൻ മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ വിധാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരാൾ മാറിക്കഴിഞ്ഞാൽ അയാൾക്കിടയിൽ ജീവിക്കുന്ന, അയാളുടെ ചുറ്റും ജീവിക്കുന്ന, അയാളെ കണ്ടറിയുന്ന ആളുകൾക്ക് വ്യക്തിപരമായി അയാളിൽ നിന്നും ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. അയാളിന് സഹായമുണ്ടാവും, അയാളിന് സ്നേഹമുണ്ടാവും, അയാളിന് തലോടലുണ്ടാവും. അയാൾ വിനയാന്വിതനായി ജീവിക്കുന്നവനായിരിക്കും. അയാൾ അട്ടഹസിച്ച് കുരച്ചു ചാടി ആളുകൾക്കിടയിൽ അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ആളായിരിക്കില്ല. അങ്ങനെ ആയിരിക്കണം സത്യവിശ്വാസി എന്ന് പ്രവാചകന്റെ മാതൃകയിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുകയാണ്. ആ അള്ളാഹുവിനോട് തന്നെയായിരിക്കണം പ്രാർത്ഥന എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അംർ ഇബ്നു ആസ് എന്നൊരു സഹാബി, അദ്ദേഹം ഈജിപ്ത് കീഴടക്കിയ സന്ദർഭത്തിൽ അദ്ദേഹം സ്വഹാബിയായ മനുഷ്യൻ ക്രിസ്ത്യാനിയായ ഒരു കുട്ടിയെ എന്തോ ഒരു കാരണത്താൽ അടിച്ചുപോയി. ഒരു കുട്ടിയെ അടിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വിവരമറിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
നിങ്ങൾ എന്നാണ് ആളുകളെ അടിമകളാക്കാൻ തീരുമാനിച്ചത്? അംറു ബിൻ ആസിനോടാണ് പറയുന്നത്. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത് ഉമർ, നിങ്ങൾ എന്നാണ് ആളുകളെ അടിമകളാക്കാൻ തീരുമാനിച്ചത്? എന്ന് മാത്രമല്ല, അവരുടെ ഉമ്മമാർ അവരെ സ്വതന്ത്രരായിട്ടാണ് പ്രസവിക്കുന്നത്. ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും സ്വതന്ത്രരാണ്. ഓരോ കുഞ്ഞും സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കേണ്ടവരാണ്. അവന്റെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക തന്നെ വേണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയോട് അംറു ബിൻ ആസിന്റെ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ കുട്ടികൾ തമ്മിലുള്ളൊരു കശപിശയെന്ന് പ്രശ്നം തിരിച്ചടിക്കാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ക്രിസ്ത്യാനിയ കുട്ടിയോട് ഇങ്ങോട്ട് പകരം ചെയ്യാൻ മുസ്ലിം കുട്ടിയെ. പറഞ്ഞു വന്നത് നീതിയും ന്യായവും എവിടെയായാലും ഉണ്ടാവണം, അതിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞു, അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദീസിൽ, അദ്ദിൽ അമാനത ഇലാ മനിത്തമനക, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവനിലേക്ക് നീ അമാനത്ത് തിരിച്ചേൽപ്പിക്കണം. നിന്നെ വിശ്വസിച്ചൊരു ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളിലേക്ക് നീ അമാനത്ത് തിരിച്ചേൽപ്പിക്കുക തന്നെ വേണം. വലാ തഖ്നു മൻ ഖാനക, അയാൾ നിന്നെ ചതിച്ചവനായിരുന്നാൽ പോലും ഇങ്ങോട്ടെന്നെ ചതിച്ച ആളോട് പോലും അങ്ങോട്ട് ചതിക്കരുതേ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതാണ് ഇസ്ലാം. അത്തരം ഒരു സൊസൈറ്റി വളർന്നു വരണം. അതിനാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആനിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, ഖുർആൻ പഠനത്തിലൂടെ നമ്മൾ മാറിത്തീരേണ്ടത് അങ്ങനെയാണ്. അത്തരമൊരു സമൂഹമായി നമ്മൾ തിരിച്ചു വരേണ്ടതാണ് എന്നാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ വിശദീകരിക്കുകയാണ്, നരകാവകാശികളാകുന്ന ആളുകൾ ഇവിടെ ശുദ്ധ തമ്മാടിത്തം ചെയ്ത് വ്യഭിചരിച്ച് മദ്യപിച്ച് മോഷ്ടിച്ച് ആക്രമിച്ച് പിടിച്ചു പറിച്ച് ഒക്കെ ജീവിക്കുന്ന തമ്മാടികൾ, അവർ നരകാവകാശികളാണ്. ഇവിടെ സന്തോഷത്തോടെ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, അതിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, ഇസ്ലാമിന് വേണ്ടി പോരാടുന്ന സാമ്പത്തികമായും ശാരീരികമായും യുദ്ധത്തിലുമൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി സമരം നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ കുറെ പേര് അവസാനം മഹ്ശറയിൽ നരകത്തിന്റെ അവകാശികളായി കൊണ്ടുവരുന്ന വിഭാഗങ്ങളിൽ 3 പേർ ഞെട്ടിപ്പോകുന്ന വിധത്തിൽ 3 ആളുകളെ കൂടി കാണും. അതൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവനാണ്, പോരാടി മരിച്ച ആളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് മരിച്ച ആളാണ്. അള്ളാഹു വിചാരണക്കെടുക്കും. അപ്പോ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ അള്ളാഹുവേ ഈ ദീനിന് വേണ്ടിയാണല്ലോ പോരാടിയത്, ഈ ദീനിന് വേണ്ടിയാണ് ഞാൻ എന്റെ ആയുസ് അവസാനിപ്പിച്ചത്, അതുകൊണ്ട് എന്നെ ശിക്ഷിക്കരുത് എന്ന് പറയുമ്പോ അള്ളാഹു പറയുന്ന മറുപടി ഉണ്ട്, നീ കളവാണ് പറയുന്നത്. കാരണം അവന്റെ മനസ്സിലെ ചിന്ത ദുനിയാവിലെ പേരും പ്രശസ്തിയുമായി പോയി. ആളുകൾക്കിടയിൽ ഞാനൊരു ഹീറോ ആവണം എന്ന ചിന്തയായി പോയിരുന്നു. പടച്ചവന്റെ തൃപ്തിയായിരുന്നില്ല. ചെയ്തതോ ഏറ്റവും നല്ല അമല്, ഏറ്റവും നല്ല പ്രവൃത്തി. പക്ഷേ അത് പടച്ചവൻ സ്വീകരിച്ചില്ല. മറ്റൊന്ന് പറയുന്നു, ഖുർആൻ നന്നായി പാരായണം ചെയ്ത ആളാണ്. ഖുർആൻ നന്നായി പാരായണം എസ്സലിൽ രീതിയിൽ പാരായണം ചെയ്ത് ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്ത ആള്. അയാൾ പറയുന്ന ഈ അള്ളാഹുവിന്റെ നിന്റെ സന്ദേശം അത് നന്നായി പാരായണം ചെയ്യുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത മനുഷ്യനാണ്, എന്നെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറയും, നീ കളവാണ് പറയുന്നത്. നിന്റെ താല്പര്യം ആളുകൾക്കിടയിൽ ഞാൻ ഇങ്ങനെ നല്ല ഒരു കാര്യവും നല്ല ഒരു ഇമാമും നല്ല ഒരു പ്രഭാഷകനും നല്ല ഒരാളുമായിരിക്കണമെന്ന് ചിന്തയായിരുന്നു, എന്നെ കുറിച്ചുള്ള ചിന്തയായിരുന്നില്ല നരകത്തിലേക്ക് പോയിക്കൊള്ളാൻ. അങ്ങനെ 3 വിഭാഗം ആളുകൾ കൂടി നരകത്തിൽ എത്തിപ്പെടുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും മൂല്യവത്തായ സ്വഭാവങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ലവരായി ജീവിക്കുക എന്നാണ് മതം പഠിപ്പിച്ചിരിക്കുന്നത്. മതം പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതം എന്തോ ഒരു വിഷപ്പുകയാണെന്നുള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ വെച്ച് പുലർത്തുകയോ നമുക്കിടയിൽ വെച്ച് പുലർത്തുന്ന ആളുകളെ
തിരുത്താതിരിക്കുകയോ ചെയ്യാൻ പാടില്ല. അതൊക്കെ തിരുത്തി കൊടുത്തുകൊണ്ട് മതം ഇങ്ങനെ കുറ്റം പറയേണ്ട ഒരു കാര്യമല്ല. നോക്കൂ, ഇന്നാലിന്ന ആള് അവൻ മതമനുസരിച്ച് ജീവിക്കുന്നു, അവൻ ജനങ്ങളെ സഹായിക്കുന്നു, അവൻ ജനങ്ങളോട് സ്നേഹമുള്ളവനാണ്, അവൻ നല്ല പെരുമാറ്റമുള്ളവനാണ്, അവൻ കളവ് പറയാത്തവനാണ്, അവൻ സത്യസന്ധനാണ് എന്ന് അവർ പോലും പറയുന്ന രീതിയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമായി നാം വളരണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ സമൂഹമാണ് സ്വർഗത്തിന്റെ അവകാശികളായിത്തീരുന്നതും. അത്തരം സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.